കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ. കെ മുരളീധരനെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ കെ സുധാകരൻ എത്തുമെന്നാണ് വിവരം. ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട്ടെ മുരളിയുടെ വീട്ടിൽ എത്തിയാവും അനുനയ ശ്രമം. മേഘ ചേരുന്നു. മേഘ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഷമ്മി, തെരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെ താൻ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസമാണ് മുരളീധരൻ നടത്തിയത്. അതിനു പിന്നാലെ മുരളി കോഴിക്കോട്ടെ വീട്ടിലെത്തിയിരുന്നുവെങ്കിലും ഒരാളുമായി സംസാരിക്കാനും തയ്യാറായിരുന്നില്ല. പല കോൺഗ്രസ് നേതാക്കളും മുരളിയുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയപ്പോൾ മുരളി അതിന് തയ്യാറായില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മുരളിയുടെ 2 ഫോണും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്വിച്ച് ഓഫ് ആണ്. അല്പസമയം മുൻപാണ് മുരളി തന്നെ ഇക്കാര്യം, അതായത് കെ സുധാകരൻ തന്നെ കാണാൻ വരുന്നുണ്ട് എന്ന കാര്യം മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്. അതായത് കെ.പി.സി.സി പ്രസിഡന്റിന്റെ ഫോൺ പോലും എടുക്കാൻ തയ്യാറാകാത്ത തരത്തിൽ പിണക്കത്തിലാണ് മുരളി എന്നതാണ് ലഭിക്കുന്ന വിവരം. മുരളിയെ ഏത് തരത്തിലും അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കെ സുധാകരൻ എത്തുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇനി താൻ ഇല്ല എന്നതാണ് മുരളി തന്റെ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ മത്സരിക്കുക, അതിനുശേഷം വട്ടിയൂർക്കാവിലേക്ക് പോവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുരളിയുടെ മനസ്സിൽ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. രാജ്യസഭാ സീറ്റ് ഒരു പക്ഷേ മുരളിക്ക് നൽകിയേക്കാം എന്ന തരത്തിലൊക്കെ അഭ്യൂഹങ്ങളും ചർച്ചകളും പുറത്തു നടക്കുന്നു. എന്നാൽ താൻ ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല, കേരളത്തിൽ തന്നെ നിൽക്കും, അത്തരത്തിലൊരു ഉപാധികൾ ഉണ്ടെങ്കിൽ അതിന് വഴങ്ങിയേക്കാം എന്നതാണ് മുരളി നിലവിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്നതാണ് മുരളിയുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ എന്താണ് ഇനിയുള്ള, അതായത് മുരളി പൊതുപ്രവർത്തനത്തിൽ തുടരണം, സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകണം എന്നതാണ് ഈ കോൺഗ്രസിന്റെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. മുരളിയുടെ പരാജയത്തിന് കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ട്, തൃശൂരിലെ DCCക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന തരത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് തന്നെ പ്രതികരിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുരളിയെ തിരിച്ചു കൊണ്ടുവരണം എന്നതായിരിക്കും നിലവിൽ കെ സുധാകരൻ ഉൾപ്പെടെ തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുരളി മുൻപോട്ട് വെക്കുന്ന ഏത് ഉപാധികളും ഒരുപക്ഷെ അംഗീകരിച്ചാൽ മാത്രമേ മുരളി ഏതായാലും ഇനി തിരിച്ച് പൊതുപ്രവർത്തകർ ഉണ്ടാകൂ എന്ന നിലപാട് സ്വീകരിക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടു കൂടിയായിരിക്കും കെ സുധാകരൻ കോഴിക്കോട്ടെ വസതിയിൽ എത്തുക. മുരളിയെ മൊബൈൽ ഫോണിൽ പോലും കിട്ടാതെ ലാൻഡ് ഫോണിൽ വിളിച്ചുകൊണ്ടാണ് കെ സുധാകരൻ താൻ വരുന്നുണ്ട് എന്ന വിവരം പോലും മുരളിയെ അറിയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നേരത്തെ സ്ഥാനാർത്ഥി നിർണയം മുതൽ മുരളിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചിരിക്കുന്നത്. തോൽവി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുരളിയെ തോൽപ്പിക്കാൻ പിന്നിട്ടിറങ്ങിയെന്ന ആരോപണം, പുറകുനിന്ന് കുത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്മജ വേണുഗോപാൽ കൂടി ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ചെറിയ ഉപാധികൾക്കൊന്നും മുരളി വഴങ്ങില്ല എന്നത് വ്യക്തമാണ്. ഷമി, മേഘയാണ് വിവരങ്ങൾ നൽകിയത്. കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ.പി.സി.സി അധ്യക്ഷൻ തന്നെ എത്തും എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്.